ഹായ് ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റേഷ്യൻ പ്രൊപ്പോർഷനിലെ അവസാനത്തെ പ്രാക്ടീസ് പ്രോബ്ലം സെക്ഷനാണ്. അതായത് ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസുമാണ്. നമ്മളിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If x and y vary inversely to each other and x equal to 7 when y equal to 12 എന്നാണ് പറയുന്നത്. Find y when x equal to 21. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, അതായത് വേരിയേഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഒക്കെയാണ് വരിക മാക്സിമം. എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങളുടെ റാങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ നമ്മൾ വേരിയേഷൻ പഠിപ്പിച്ച സമയത്ത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന് എന്തായിരുന്നു, ഡയറക്റ്റ് വേരിയേഷൻ ആണെങ്കിൽ അവിടെ ഫോർമുല എന്താണ്, എ ഈക്വൽ ടു കെ ബി. എയും ബിയും ഡയറക്റ്റ് വേരിയേഷൻ ആണെങ്കിൽ എ ഈക്വൽ ടു കെ ബി. ഇനി എയും ബിയും ഇൻവേഴ്സ് വേരിയേഷൻ ആണെങ്കിലോ എ ബി ഈക്വൽ ടു കെ. അതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, എക്സും വൈയും വാരി ഇൻവേഴ്സ്ലി എന്നാണ്. അതായത് ഇൻവേഴ്സ് വേരിയേഷൻ ആണ്. ഇൻവേഴ്സ് വേരിയേഷൻ ആവുന്ന സമയത്ത് എ ബി ഈക്വൽ ടു കെ. ഇവിടെ എയും ബിയും അല്ല, ഇവിടെ എന്താണ് എക്സും വൈയും ആണ്. അപ്പോൾ നമ്മളുടെ ഫോർമുല എന്തായിട്ട് മാറും? അപ്പോൾ ഇവിടെ എക്സും വൈയും ആയതുകൊണ്ട് എന്തായിട്ട് വരിക, എക്സ് വൈ ഈക്വൽ ടു കെ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ എക്സ് വൈ ഈക്വൽ ടു കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യം എന്താണ്, എക്സ് ഈക്വൽ ടു 7 വെൻ വൈ ഈക്വൽ ടു 12. വൈൻ്റെ വാല്യൂ 12 ആണ്, വെൻ എക്സ് ഈക്വൽ ടു 7. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു 7, വൈ ഈക്വൽ ടു എന്തായി വരും, 12. അപ്പോൾ കെ കിട്ടും. അതായത് കെ ഈക്വൽ ടു 84. അതായത് കെൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി, 84. ഈ കെ എന്താണ്, അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ മാറില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് എഴുതാൻ പറ്റും, എക്സ് വൈ ഈക്വൽ ടു 84 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താണ്, ഫൈൻഡ് വൈ വെൻ എക്സ് ഈക്വൽ 21. എക്സിൻ്റെ വാല്യൂ 21 ആവുന്ന സമയത്ത് വൈൻ്റെ വാല്യൂ എന്താണെന്നുള്ളത്. അതായത് ഈ എക്സും വൈ ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും, കെൻ്റെ വാല്യൂ മാത്രമാണ് മാറാത്തത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്, വെൻ എക്സ് ഈക്വൽ ടു 21. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സ് 21, വൈൻ്റെ സ്ഥലത്ത് എന്താ ഇൻറ്റു വൈ എന്ന് കൊടുക്കാം, ഈക്വൽ ടു 84. അപ്പോൾ വൈ ഈക്വൽ ടു 84. 21 ഇൻറ്റു എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തായിട്ട് വരും, ഡിവൈഡ് ആയിട്ട് വരും. പിന്നെ 84 ഡിവൈഡഡ് ബൈ 21. ആൻസർ എന്തായിട്ട് വരും, 4. ഓക്കെ, അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ അല്ലേടാ. അതായത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നോക്കാം. ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, വൈൻ്റെ വാല്യൂ ആയിരുന്നു ചോദിച്ചാൽ വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 4 ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇതൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ജോസഫ് ഗിഫ്റ്റഡ് 20,000 ടു ഹിസ് വൈഫ് ആൻഡ് സം മണി ടു ഹിസ് 3 ചിൽഡ്രൻ ഏജ്ഡ് 12, 14 and 16 ഇയേഴ്സ് ഇൻ ദി റേഷ്യോ ഓഫ് ദെയർ ഏജസ്. അതായത് ജോസഫ് അയാളുടെ ഭാര്യയ്ക്ക് 20,000 റുപ്പീസ് കൊടുക്കുകയാണ്. വൈഫിന് എത്ര രൂപയാണ് കൊടുത്തത്, വൈഫിന് 20,000 റുപ്പീസ് ആണ് കൊടുത്തത്, ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ മക്കൾക്ക് എത്രയാണ് കൊടുക്കുന്നത്, ആൻഡ് സം മണി, എത്രയോ പൈസ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഓക്കെ, എത്ര പൈസയാണ് കൊടുത്തത് നമുക്ക് അറിയില്ല, അതവിടെ നിൽക്കട്ടെ. ഇൻ സം മണി ടു ഹിസ് 3 ചിൽഡ്രൻ ഏജ്ഡ് 12, 14 and 16 ഇയേഴ്സ്. അത് 3 മക്കളുണ്ട്. ആ 3 മക്കൾക്കും അവരുടെ ഏജിൻ്റെ റേഷ്യോയിൽ, അതായത് പറയുന്നത് ഇൻ ദി റേഷ്യോ ഓഫ് ദർ ഏജസ്, അവർക്ക് കൊടുക്കുന്ന മണി എന്താണ്, അവരുടെ ഏജിൻ്റെ റേഷ്യോയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അവരുടെ ഏജ് എന്ന് പറഞ്ഞാൽ തൽക്കാലം 3 കുട്ടികളാണല്ലോ. അത് ഞാൻ ചൈൽഡ് 1, ചൈൽഡ് 2, ചൈൽഡ് 3 ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ C1, C2, C3 എന്ന് കൊടുക്കുന്നുണ്ട്. എന്താണ് C1, C2, C3. ഇതാണ് 3 കുട്ടികൾ. ഈ 3 കുട്ടികൾക്കും പാടെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് നമുക്കറിയില്ല. അവർക്ക് കൊടുത്ത പൈസൻ്റെ റേഷ്യോ നമുക്കറിയാം. ഏത് റേഷ്യോയിലാണ് കൊടുത്തത്, 12:14:16 എന്നുള്ള റേഷ്യോയിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏതാണ് ആ റേഷ്യോ നോക്കാം, 12:14:16. കാര്യം ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഏജിൻ്റെ റേഷ്യോയിലാണ് അവർക്ക് പൈസ കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റേഷ്യോ പറയുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ട് വരണം. അപ്പോൾ ഇവിടെ 12ഉം 14ഉം 16ഉം ഇതിലെല്ലാത്തിനും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണുള്ളത്, 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 12ൽ 2 ക്യാൻസൽ ചെയ്താൽ, അത് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ 6 വരും, ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 7 വരും, ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 8ഉം വരും. ഇനി ഇതിൽ കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ ആരും തന്നെ ഇല്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 2 ആൾക്കാരുടെ ഏജിൻ്റെ റേഷ്യോ അപ്പോൾ 2:3 ആണെങ്കിൽ ആദ്യത്തെ ആളുടെ ഏജ് എത്രയാണ്, 2x ആണ്, രണ്ടാമത്തെ ആളുടെ ഏജ് എത്രയാണ്, 3x ആണ്. അപ്പോൾ ഇവർക്ക് കിട്ടിയ പൈസയാണ് ഇവിടെ തന്നിരിക്കുന്നത്, മണിയാണ്, അതിൻ്റെ റേഷ്യോ ആണ് എത്ര, 6:7:8. അങ്ങനെയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും കിട്ടിയ മണി എത്രയായിരിക്കും, ആദ്യത്തെ ആൾക്ക് കിട്ടിയത് 6x ആയിരിക്കും, രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് 7x ആയിരിക്കും, മൂന്നാമത്തെ ആൾക്ക് 8x ആയിരിക്കും കിട്ടിയത്.
ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ആ റേഷ്യോന്റെ കൂടെ എക്സ് കൂട്ടി എഴുതുകയാണെങ്കിൽ ആ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. അത് ഏജിന്റെ കാര്യം, ഏജ് എന്നല്ല, ഇപ്പോൾ സാലറി ആയിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് മണി ആയിരിക്കും, ഓരോ സമയത്ത് ഓരോന്നായിരിക്കും, ചിലപ്പോൾ സ്പീഡായിരിക്കും, ചിലപ്പോൾ ഡിസ്റ്റൻസ് ആയിരിക്കും, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിന്ന് കാണാൻ പോകുന്നുണ്ട്. ഓക്കെ, നല്ലൊരു സെക്ഷൻ ആയിരിക്കും, എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. അപ്പോൾ നോക്കുന്നത് എന്താണ്, ഇവർക്ക് കൊടുത്ത് ഇഫ് ഹി ഗേവ് 3,000 ടു ഹിസ് യങ്ങസ്റ്റ് ചൈൽഡ്, അതായത് ഇതിൽ ഏറ്റവും ചെറിയ കുട്ടിക്ക് കൊടുത്തത് എത്രയാണ്, 3,000 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി ഡിഡ് ഹി ഗിഫ്റ്റഡ് ടു ഫാമിലി എന്നുള്ളതാണ്. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ 3,000 rupees ആണ് യങ്ങസ്റ്റ് ചൈൽഡിന് കൊടുത്തത്. ഇതിൽ ഏറ്റവും യങ്ങസ്റ്റ് ചൈൽഡ് ആരാണ്, C1 ആണ്. അതെന്തുകൊണ്ടാണ്, കാര്യം ഈ യങ്ങസ്റ്റ് ചൈൽഡ് അല്ലേ, ഞാൻ 12, 14, 16, അപ്പോൾ ആദ്യത്തെ ആളുടെ 12:14:16, അപ്പോൾ ആദ്യത്തെ ആളാണ് എന്ത്, ഏറ്റവും ചെറിയ ആൾ. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ചെറിയ ആൾക്ക് കിട്ടിയത് എത്രയാണ്, 6x ആണ്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, ആ കിട്ടിയ എമൗണ്ട് എത്രയാണ്, 3,000 ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, 6x = 3,000 എന്ന് എഴുതാൻ പറ്റൂലടാ, കാര്യം രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ x = എന്താണ്, 6 × x ആണ്. ആ ഇൻറ്റു ഉള്ളത് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഡിവൈഡ് ആയിട്ട് വരും. അപ്പോൾ 3,000 / 6 എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട് വരും, 500 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 500 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ മച്ച് മണി ഡിഡ് ഹി ഗിഫ്റ്റഡ് ടു ദി ഫാമിലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ ഇയാൾ എത്ര പൈസയാണ് ഇയാൾക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗിഫ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം വൈഫിന് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3 മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ടോട്ടൽ മണി എത്ര വരിക, ടോട്ടൽ മണി വൈഫിന് കൊടുത്ത മണി, പിന്നെ 3 കുട്ടികൾക്ക്, അതായത് C1-ന്, C2-ന്, C3-ക്ക്, ഈ 3 ആൾക്കും കൊടുത്ത മണിയാണല്ലോ ടോട്ടൽ മണി. അപ്പോൾ വൈഫിന് കൊടുത്ത എത്രയാണ്, അത് ഈസിയാണ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20,000 rupees ആണ് അല്ലേ. ഇനി C1 എത്രയാണ്, 6x ആണ്, മറ്റേത് എത്രയാണ്, 7x ആണ്, 8x ആണ്. ഇനി നോക്കണം, ഇവിടെ എന്താണ് 20,000 ആണ്, പിന്നെ ഈ 6-ഉം 6x-ഉം 7x-ഉം എന്താണ് 13x ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഈ 6-ഉം 7-ഉം ആഡ് ചെയ്താൽ എത്രയാണ്, 13 ആണ്. അങ്ങനെയാണെങ്കിൽ 6x-ഉം 7x-ഉം ആഡ് ചെയ്താലും 13x ആണ് വരുള്ളൂ. അപ്പോൾ 13x ഉണ്ട് ഇവിടെ, 6x-ഉം 7x-ഉം വേണം. ഈ 13x-ഉം 8x-ഉം എത്ര വരിക, 21x ആണ് വരിക. ഓക്കെ, ഇതൊക്കെ മാത്സിൽ ബേസ് ബുദ്ധിമുട്ടുള്ള പല കുട്ടികളും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. നിങ്ങൾ വലുതായിട്ടൊന്നും ആലോചിക്കേണ്ട. യൂഷ്വലി നമ്പർ ആഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്പർ സബ്ട്രാക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ ചെയ്യാം. പിന്നെ എക്സ് ആണെങ്കിൽ എക്സ് കൂടെ ഇട്ട് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, എക്സ് ആണെങ്കിൽ എക്സ് തന്നെ ആണോ, അല്ലാതെ ഒരു സ്ഥലത്ത് എക്സും ഒരു സ്ഥലത്ത് വൈയും ആണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. എക്സിൻ്റെ കൂടെ എക്സ് തന്നെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി, 6x-ഉം 7x-ഉം 13x ആണ്, 13x-ഉം 8x-ഉം എന്താണ് 21x ആണ്. ഇതാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഇതല്ല വേണ്ടത്. ആക്ച്വലി നമുക്ക് വേണ്ടത് എന്താണ്, ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്, ടോട്ടൽ മണി എത്ര ആണെന്നുള്ളത്. അത് കിട്ടാൻ വളരെ ഈസിയാണ്. ഈ 20,000 തന്നെയാണ്. ഈ 21x എന്നുള്ളത് എന്ത് കൊടുക്കണം, 21 × 500 എന്ന് കൊടുക്കണം. കാര്യം എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഏത് കണ്ടുപിടിച്ചില്ലേ, അപ്പം കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 20,000 + 21 × 500. അത് മൈൻഡിൽ ചെയ്യാവുന്നുള്ളൂ. 1 × 5 5 ആണ്, പിന്നെ എന്താണ് 25 10 ആണ്. അപ്പോൾ 10,500 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും, 30,500 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers P and Q ഈസ് 40% ഓഫ് ദർ സം, ദി റേഷ്യോ P/Q എന്നുള്ളതാണ്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ചാപ്റ്റർ ഈ ചാപ്റ്ററുമായിട്ട് കണക്ഷൻ ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് കണക്ഷൻ ഉണ്ട്, ഇൻട്രസ്റ്റുമായിട്ട്, അങ്ങനെ കുറേ ചാപ്റ്ററുമായിട്ടുള്ള കണക്ഷനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ബേസിക് ആയിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers, ആദ്യം മനസ്സിലാക്കി ദി സം ഓഫ് 2 numbers എന്ന് പറഞ്ഞാൽ എന്താണ്, P+Q ആണ്. ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers എന്ന് പറഞ്ഞാൽ എന്താണ്, P-Q ആണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ P- ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് പറഞ്ഞതാണ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 2 numbers, അതായത് P-യും Q-യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, ഈസ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ് ഞാൻ അതുപോലെ എന്ന് എഴുതി വെക്കാം. അതായത് അവിടെ സെൻറ്റൻസ് ആയിട്ട് തന്നു, ഞാൻ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കി എഴുതുന്നു, അത്രേ ഉള്ളൂ. ഈസ് എന്താണ്, 40% ഓഫ് സം ആണ്. മാത്സിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, അറിയാത്ത ആൾക്കാർ നോട്ട് ചെയ്യുക. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. പ്രൊഡക്റ്റിന് മൾട്ടിപ്ലിക്കേഷൻ പറയും, ഓഫിന് മൾട്ടിപ്ലിക്കേഷൻ പറയും. അപ്പോൾ 40% ഓഫ് എന്ന് പറഞ്ഞാൽ 40% മൾട്ടിപ്ലിക്കേഷൻ എന്തിൻ്റെ, ഓഫ് ദെയർ സമ്മിൻ്റെ. ഓക്കെ, അപ്പോൾ അവിടെ സം ഒന്ന് കൊടുക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പോൾ P-Q എന്ന് പറഞ്ഞാൽ എന്താണ്, 40% ഓഫ്
എന്താണ് സമ്മാണ്. സം എന്ന് പറഞ്ഞാൽ എന്താ രണ്ടും ആഡ് ചെയ്യാം. പിയും ക്യൂ അല്ലേ, അപ്പോൾ പി പ്ലസ് ക്യൂ ഏത് മനസ്സിലായില്ലേ? അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് വരും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു പെർസെൻറ്റേജിലെ ചെറിയൊരു കാര്യം പറയാനുണ്ട് എന്നുള്ളത്. ആ കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ 40% ഓഫ് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇത്ര ചെയ്താൽ മതി. ആ പെർസെൻറ്റേജിനെ നമ്മൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പെർസെൻറ്റേജിലാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ പെർസെൻറ്റേജിനെ എന്തിലേക്ക് മാറ്റണം? ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ആ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കാൻ ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ പി മൈനസ് ക്യൂ ഈക്വൽ ടു 40% എന്നുള്ളത് 40/100 ആയിട്ട് വരും. ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട കാര്യം കേട്ടോ, ഒന്നുമില്ല, ഇത് ഒരു റൂളാണ്. അപ്പോൾ പി പ്ലസ് ക്യൂ എന്ന് വരും. ഇനി നോക്കണം, ഒരു കാണാൻ വൃത്തിയില്ല ഉണ്ടോ? 40/100 കാണാൻ വൃത്തിയില്ല. അപ്പോൾ വൃത്തിയില്ലാത്ത ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വൃത്തിയാക്കും. നോക്കാം വൃത്തിയാക്കാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവിടെ 40/100 ആണല്ലോ ഈ വൃത്തിയില്ലാതെ നിൽക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? ഈ 0 ക്യാൻസൽ ചെയ്തു. ഏത് ഈ നോക്കുന്ന സമയത്ത് ഈ 4ലും 10ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഉണ്ട്. ഏതാണ്? 2 ആണ്. 4ൽ 2 ടൈംസ്, 10ൽ 2 5 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടി? 2/5 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി മക്കളെ? പി മൈനസ് ക്യൂ ഈക്വൽ ടു 2/5 പ്ലസ് അല്ല പിന്നെന്താണ് പി പ്ലസ് ക്യൂ എന്ന് കിട്ടി. ഇപ്പോഴും ഇതൊരു വൃത്തിയായിട്ടില്ല ഉണ്ടോ? ഇവിടെ 2/5 ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി വൃത്തിയാക്കാൻ ഈ ഡിവൈഡഡ് ബൈ 5 ഉള്ള നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു അപ്പുറത്തേക്ക് ഉണ്ടാവും. ആ ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു അപ്പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ എന്തായിട്ട് മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ പി മൈനസ് ക്യൂവിന് മൊത്തമായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടാണ് മൾട്ടിപ്ലിക്കേഷൻ വരിക. അല്ല ഒരാൾക്ക് ചില കുട്ടികൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ കാണിച്ചതാണ്. അതായത് ഡിവൈഡ് ബൈ 5 ഇതാ ഇവിടെ വരുത്താൻ പോകുന്നൊരു തെറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ തെറ്റ് വരുത്തണ്ടല്ലോ. 2/5 അല്ലേ, ആ ഇൻറ്റു 5 ഡിവൈഡ് ബൈ 5 അല്ലെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായിട്ട് വരും. ഉത്തരമൊക്കെ കിട്ടും കറക്റ്റ്. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുള്ള ഉത്തരം ഈ ഓപ്ഷൻസിലും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ എന്ത് ചെയ്താൽ മതി? ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2/5 ആയിരുന്നല്ലോ. ഇപ്പോൾ 2/5 ആയതുകൊണ്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ആ ഡിവൈഡ് ബൈ 5 അപ്പുറത്തേക്ക് വെക്കുമ്പോൾ 5 ഇൻറ്റു എന്നായിട്ട് മാറും. ഇപ്പം എന്തായി? ഇതിപ്പോൾ രണ്ടാക്കുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇത് രണ്ടാളിലേക്ക് മൾട്ടിപ്ലൈ ആവുന്നുണ്ട്. ഇനി ഈ 5 മൾട്ടിപ്ലിക്കേഷൻ രണ്ടാളിലേക്ക് വരും. 5 ഇൻറ്റു പി 5p. ഇനി 5 ഇവിടെ മൈനസിലോട്ട് മൈനസിൽ കൊടുക്കും. 5 ഇൻറ്റു ക്യൂ എന്തായിട്ട് മാറും? 5q ആയിട്ട് മാറും. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത് ഇവിടെ അതേപോലെ തന്നെ 2 ഇൻറ്റു പി ഉള്ളത് ഇങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. അപ്പോൾ എന്തായിട്ട് വരും? 2p പ്ലസ് 2q. ഇനി ബേസിക്സ് അറിയാത്ത ആൾക്കാർ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മാസ്റ്റർ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമുള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചെയ്തില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് 2 ആളിലേക്കും ഇതിനെ മാക്സിമം എന്താ പറയുക, നമ്മൾ 2 ആളിലേക്കും ഡിസ്ട്രിബ്യൂട്ടീവ് ചെയ്യണം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നൊക്കെ പറയും. അറിഞ്ഞിരിക്കേണ്ട ആ ലോ എന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാൻ ചെയ്ത പരിപാടി മനസ്സിലാക്കി തന്നാൽ മതി. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടി അല്ലേ? ഇങ്ങനെയൊക്കെ കിട്ടി. ഇനി നമുക്ക് വേണ്ട പിയും ക്യൂവും തമ്മിലുള്ള റേഷ്യോ. ആ പിയും ക്യൂവും തമ്മിലുള്ള റേഷ്യോ കിട്ടണമെങ്കിൽ എന്ത് വേണം? p/q വേണം. p/q കിട്ടിക്കുകയാണെങ്കിൽ p/q എത്ര സിമ്പിളായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാൻ പി ഉള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലോട്ടും ക്യൂ ഉള്ള ആൾക്കാരൊക്കെ മറ്റൊരു സൈഡിലോട്ടും കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഈ 2p ഇങ്ങോട്ട് പോയി കൊണ്ടുവരുമ്പോൾ എന്താവും? -2p ആവും. ഏത്? അപ്പോൾ 5p മൈനസ് 2p എന്ന് വരും അല്ലടാ. ഞാൻ പറഞ്ഞു തന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഈ പ്ലസ് 2p ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -2p ആവും. -2p ഉള്ളത് എന്തായി പോകും? +2p ആയി പോകും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനേപോലെ -5q ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? +5q ആയിട്ട് മാറും. അപ്പോൾ ഇതൊക്കെ കിട്ടി. അപ്പോൾ 5p മൈനസ് 2p എന്താണ്? 5p മൈനസ് 2p 3p. ഇനി അടുത്ത് ഈക്വൽ ടു 2q പ്ലസ് 5q അതെന്തായിട്ട് വരും? 7q ആയിട്ട് വരും. അപ്പോൾ അത്രയും കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? p/q ആണ് വേണ്ടത്. ആ p/q കിട്ടാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് ചെയ്താൽ മതി? സിമ്പിളാണ്. ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ തൽക്കാലം ഇവിടെ ഇരുന്നു കേട്ടോ, സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരുന്നുണ്ട്. അപ്പോൾ 3p. ഓക്കെ, 3p ഈക്വൽ ടു 7q ആണല്ലോ. നമുക്ക് p/q ആണ് വേണ്ടത്. അപ്പോൾ ആ ഇൻറ്റു ക്യൂ ഉള്ളത് അപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ എന്തായിട്ട് വരും? 3p ഡിവൈഡഡ് ബൈ q എന്ന് വരും. ഈക്വൽ ടു എന്താണ്? 7 ആണുള്ളത്. ഇവിടെ വീണ്ടും പ്രശ്നം. നമുക്ക് വേണ്ടത് ആരാണ്? p/q ആണ്. ഇവിടെ ആരുണ്ട്? 3 ഉണ്ട്. 3 എന്താണ്? 3 ഇൻറ്റു p ആണ്. ആ ഇൻറ്റു എന്നുള്ളത് ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഡിവൈഡ് ആയിട്ട് വരും. അതായത് p/q ഈക്വൽ ടു 7/3 എന്ന് വരും. p/q ഈക്വൽ ടു 7/3 ആണെങ്കിൽ p/q എന്താണ്? 7:3. ഇതാണ് ഉത്തരം. ഇവിടെ ഈ കുറച്ച് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ സിമ്പിളാണ്. ഓക്കെ,
ഇതൊക്കെ നമ്മളൊരു ഒരു പ്രോ ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ സ്റ്റെപ്പ് ഒന്നും കൊണ്ടുപോയി ചെയ്യരുത്, ഇത് നോക്കി പറയാൻ പറ്റണം. അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഒന്നുമില്ല, ഈ ക്യൂനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിട്ട് ആലോചിക്കുക, ഈ 3നെ ഇങ്ങോട്ട് ക്യൂനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതായിട്ട് ആലോചിക്കുക, 3നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതായിട്ട് ആലോചിക്കുക. അപ്പോൾ എന്ത് വരും? 7/3 എന്ന് കിട്ടും. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? 7:3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനും എന്താണ്, ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു ഏജസ് എന്നുള്ളൊരു ടോപ്പിക്കും നമ്മൾ ഇനി നോക്കാൻ പോകുന്നുണ്ട്. ആ ഒരു ടോപ്പിക്കിൽ ഒരു കണക്ഷനുള്ളൊരു ടോപ്പിക്കാണ്, കണക്ഷനുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ റേഷ്യോസ് മാത്രമല്ല, അവിടെ ഒരുപാട് കാര്യങ്ങൾ റേഷ്യോസ് ഏജസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഏജസ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ദി റേഷ്യോ ഓഫ് ഏജസ് ഓഫ് 2 boys ഈസ് 3:7. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ ഏജ് എത്രയാടാ? 3x. രണ്ടാമത്തെ ആളുടെ ഏജ് എത്രയാണ്? 7x ആണ്. കിട്ടി. അപ്പോൾ ഞാൻ തൽക്കാലം ബോയ്സ് അല്ല, ഞാൻ തൽക്കാലം B1 B2 നിർക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആളുടെ ഏജ് എത്രയാണ്? 3x ആണ്. രണ്ടാമത്തെ ആളുടെ ഏജ് എത്രയാണ്? 7x ആണ്. എപ്പോഴും പറയുന്ന പോലെ 2 വർഷം കഴിഞ്ഞപ്പോൾ ദി റേഷ്യോ ഓഫ് ദർ ഏജസ് ബിക്കം 5:9. അവരുടെ ഏജസിൻ്റെ റേഷ്യോ എന്തായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്? 5:9 ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ വയസ്സ് 3x ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എത്ര ആയിരിക്കും വയസ്സ്? എടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഉള്ള വയസ്സ് ഒരു 15 ആണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എത്രയാണ്? 15 + 2 17. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള വയസ്സ് 3x ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ എത്രയാണ്? 3x + 2 ആണ് വരിക, അല്ലടാ? അപ്പോൾ എന്ത് ചെയ്യുക? ആഫ്റ്റർ 2 years, 2 വർഷം കഴിഞ്ഞാൽ എന്താ വരിക? ആഫ്റ്റർ 2 years 3x + 2 ആയിട്ട് വരും, അല്ലടാ? 3x + 2 ആയിട്ട് വരും. ഇനി B2ൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ അവിടെ ഇതന്നെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉള്ള വയസ്സ് 7x ആണ്. 2 വർഷം കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 7x + 2 ആയിട്ട് വരും. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഫ്റ്റർ 2 years ദി റേഷ്യോ ഓഫ് ദർ ഏജസ് ബിക്കം 5:9. അതായത് 2 വർഷം കഴിഞ്ഞാൽ ഇവരുടെ ഏജിൻ്റെ റേഷ്യോ എന്തായി? റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാം. ലൈക്ക് ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഓർമ്മ ഉണ്ടാകുന്നത് P/Q 7:3 ആണ്. അതായത് P/Q ആണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിച്ചത്, ശരിയല്ലേ? P/Q 7/3 ആണ്. അത് റേഷ്യോ എന്ന് പറഞ്ഞാലും ആ ഡിവൈഡ് ചെയ്താണെങ്കിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഏജ് ആണ് തന്നിരിക്കുന്നത് 3x + 2 7x + 2. അത് രണ്ടും ഡിവൈഡ് ചെയ്യുക പറഞ്ഞാൽ 3x + 2 ഡിവൈഡഡ് ബൈ 7x + 2. ഇതാണ് റേഷ്യോ. ഏത്? ഇതാണ് റേഷ്യോ. ഈക്വൽ ടു എന്തായിരിക്കും? 5:9. 5:9 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/9 ആണ്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. രണ്ടാൾക്കാരുടെ 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജ് 3x + 2 7x + 2 ആണ്. അപ്പോൾ അവരുടെ ഏജിൻ്റെ റേഷ്യോ 5:9 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/9 ആണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ 3x + 2 ഡിവൈഡ് ബൈ 7x + 2 ചെയ്തു. അപ്പോൾ ഇത് കിട്ടി. ചോദിക്കുന്നത് വെച്ചാൽ ദി റേഷ്യോ ഓഫ് ദിയർ ഏജസ് ആഫ്റ്റർ 10 years വിൽ ബി എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ഇവരുടെ ഏജിൻ്റെ റേഷ്യോ എന്തായിരിക്കും എന്നുള്ളത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഈ എക്സിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇയാളെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടും കൊണ്ടുപോകുക, ഇയാളെ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടും കൊണ്ടുപോകുക. പഠിച്ചോ. അതായത് രണ്ടാളെയും എന്ത് ചെയ്യുക? അത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 3x + 2 × 9 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 5 × 7x + 2 ആണ്. ഒന്നുമില്ല കേട്ടോ. അതായത് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അത് ഈക്വൽ ടു ആയിട്ട് എഴുതി. അങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ്. അത് എങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഡിവിഷൻ ഉള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ആ പരിപാടിയാണ്. പക്ഷേ ഞാനൊരു 2 സ്റ്റെപ്പും പാടെ ഒറ്റ സ്റ്റെപ്പിൽ എഴുതി. കാരണം എൻട്രൻസിൽ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി നോക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് തുറക്കണം. ബ്രാക്കറ്റ് തുറക്കുന്ന സമയത്ത് 3 ഇയാൾ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ഇയാൾ ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 3x × 9. 3x × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 9 27 അല്ലേ? അപ്പോൾ 3x × 9 എന്ന് പറഞ്ഞാൽ 27x ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ 27x എന്ന് കിട്ടും. പിന്നെ 9 × 2 എന്ന് പറഞ്ഞാലോ 18. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ്, അപ്പോൾ +18 എന്ന് കിട്ടും. ഇനി അടുത്ത് 5 × 7x ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലോ. നേരത്തെ പറഞ്ഞ അതേ സാധനം കേട്ടോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ അതേ സാധനം രണ്ടാക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 5 × 7x എന്ന് പറയുമ്പോൾ 35x. പിന്നെ 5 × 2 എന്ന് പറയുന്ന സമയത്ത് 10 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സ് ആണ് വേണ്ടത്. എക്സ് ആണ് വേണ്ടതെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, എക്സ് ഉള്ള ആൾക്കാരൊക്കെ ഒരു സൈഡിലോട്ടും കൊണ്ടുവരിക, എക്സ് ഇല്ലാത്ത ആൾക്കാരൊക്കെ മറ്റേ സൈഡിലോട്ട് കൊണ്ടുവരിക. അതായത് നമുക്ക് ആവശ്യമുള്ള ആരാണ്? എക്സ് ആണ്. ഓക്കെ ഫൈൻ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് ആവശ്യം എക്സ് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ 27x അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചു. ഏത്
അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 35x ആ പ്ലസ് 27x ഉള്ള എന്തായിട്ട് മാറും? -27x ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ ഈ +10 നമുക്ക് വേണ്ടത് എക്സിൻ്റെ ടേംസ് മാത്രമാണ്. അപ്പോൾ ആ എക്സിൻ്റെ ടേംസ് ഒക്കെ ഒരു സൈഡിലോട്ടും വെച്ചു, നമ്പേഴ്സിനൊക്കെ മറ്റേ സൈഡിലോട്ടും കൊണ്ടുവരികയാണ്. ഇവിടെ 18 ഉണ്ടായിരുന്നു, അത് അവിടെ തന്നെ നിൽക്കട്ടെ, കുഴപ്പമില്ല. ഈ +10 ഉള്ളത് ഈ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറും? -10 ആയിട്ട് മാറും. അപ്പോൾ 18 - 8 എന്താണ്? 8 ആണ്. അപ്പോൾ 35x - 27x എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് എന്ത് കിട്ടും? 8x എന്ന് കിട്ടും. അപ്പോൾ 8x = 8 ആണെങ്കിൽ, അതായത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, 8x = 8 ആണെങ്കിൽ x = എന്ത് വരും? 8 × x ആണ്. ആ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ 8/1 എന്ന് കിട്ടും. ചോദ്യം എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണോ? അല്ല, നമ്മൾ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 10 years. 10 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജ് എന്തായിരിക്കും. ഇനി ആക്ച്വലി ഇത് ചെയ്തുണ്ടാക്കാൻ നിൽക്കരുത്, അത് ബാക്കിയുള്ളൊക്കെ ഒരു മൈൻഡ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞത് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പം കറൻ്റ് ഉള്ള വയസ്സ് എത്രയാണ്? കറണ്ട് ഇപ്പോൾ ഉള്ള വർഷം കറണ്ട് ഏജ് എത്രയാണ്? കറണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വയസ്സ് 3x ഉം 7x ആണ്. 2 വർഷം കഴിഞ്ഞാലുള്ളതാണ് ഏത്? 3x + 2 7x + 2. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഉള്ള വയസ്സ് എത്രയാണ്? 3x ഉം 7x ഉം. അങ്ങനെയാണെങ്കിൽ 3x എന്ന് പറഞ്ഞാൽ 3 × 1 അല്ലേടാ വരിക. ഏത്? എക്സിൻ്റെ വാല്യൂ 1 ആണ്. അതായത് 3 × x എന്ന് പറയുമ്പോൾ 3 × 1, അതായത് 3 ആണ്. 7x എന്ന് പറയുമ്പോൾ 7 × x, അതായത് 7 × 1 7. അതായത് ഇപ്പോൾ ഉള്ള ഏജ് എത്രയാണ്? 3ഉം 7ഉം ആണ്. ഇപ്പോൾ ഉള്ള ഏജ് 3ഉം 7ഉം ആണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അവരുടെ ഏജ് എത്രയായി മാറും? ആദ്യത്തെ ആളുടെ ഏജ് 13 ആവും, രണ്ടാമത്തെ ആളുടെ ഏജ് 17 ആവും. അപ്പോൾ 13ഉം 17ഉം ആവുന്നുണ്ടെങ്കിൽ അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്താണ്? 13:17. അല്ലടാ, കാര്യം 13 17 ഇനി ക്യാൻസൽ ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ 13:17 ആണ് അവരുടെ ഏജിൻ്റെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഏജിൻ്റെ റേഷ്യോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി ഞാനിതിപ്പോൾ പറഞ്ഞ സമയത്ത് കുറച്ച് ടൈം എടുത്താണ് എക്സ്പ്ലെയിൻ ചെയ്തത്, പക്ഷെ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകും. ഓക്കെ, ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The sum of 3 numbers is 136. If the ratio between first number and the second number is 2:3 and that between second and the third number is 5:8, then the number is എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് റേഷ്യോ ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ 2 numbers. ആ ഒരു ടോപ്പിക് പറഞ്ഞത് ഓർമ്മയില്ലേ? അതായത് A:B തമ്മിലുള്ള റേഷ്യോ ഇതാണ്, B:C തമ്മിലുള്ള റേഷ്യോ ഇതാണ്. അങ്ങനെയാണെങ്കിൽ A:B:C തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ A:C തമ്മിലുള്ള റേഷ്യോ, ആ ഒരു ടോപ്പിക്ക് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു തന്നിരുന്നത് റേഷ്യോസിൻ്റെ ഒരു യൂസസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്കിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ പഠിപ്പിച്ച സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ വന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. 3 നമ്പേഴ്സ് ഉണ്ട്. ആ 3 നമ്പേഴ്സ് ഏതാണെന്ന് എനിക്കറിയോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? Aയും Bയും C ആണെന്ന് പറഞ്ഞു. ഏതാണ്? Aയും Bയും Cയും. ഇവരുടെ സം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 136 ആണ്. അതായത് A + B + C = 136 ആണ്. അല്ലടാ, ഇഫ് ദി റേഷ്യോ ബിറ്റ്വീൻ ഫസ്റ്റ് നമ്പർ ആൻഡ് ദി സെക്കൻഡ് നമ്പർ ഈസ് 2:3, അതായത് ആദ്യത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 2:3 ആണ്. അതായത് മക്കളെ A:B എന്താണ്? 2:3 ആണ്. അല്ലടാ, ഇനി പറയുന്നത് എന്താണ്? ആൻഡ് ദാറ്റ് ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് നമ്പർ, രണ്ടാമത്തെ ആളും മൂന്നാമത്തെ ആളും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 5:8 ആണ്. അതായത് B:C എന്ന് പറഞ്ഞാൽ എന്താണ്? 5:8 ആണ്. എടാ, പ്രശ്നം എന്താ? പ്രശ്നം ഇവിടെ ബീൻ്റെ താഴെ 3 ആണുള്ളത്, ഇവിടെ ബീൻ്റെ താഴെ 5 ആണുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ A:B:C എന്താണെന്നുള്ളത് വീഡിയോ പോസ് ചെയ്ത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, ഇനി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഫസ്റ്റ് ക്ലാസ് ഒന്നും കൂടി കണ്ടതിന് ശേഷം കണ്ടുപിടിക്കുക. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ അതിൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? B3 ആണ്, ഇവിടെ B5 ആണ്. ആ B3ഉം 5ഉം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് സെയിം ആകണം. അത് സെയിം ആവണം. ഇവിടെ അല്ല, സെയിം അല്ലാത്തതിൻ്റെ കാരണം ഒരാൾ 3 ആണ്, ഒരാൾ 5 ആണ്. അപ്പോൾ സെയിം ആക്കാൻ എന്തായിരുന്നു പറഞ്ഞത്? രണ്ടിൻ്റെയും LCM എടുക്കുക. 3ൻ്റെയും 5ൻ്റെയും LCM ഇട്ടാൽ എന്ത് ചെയ്താൽ മതി? 3 × 5 ചെയ്താൽ മതി. എപ്പോഴും അങ്ങനെ ചെയ്യരുത്. ഇവിടെ 3ലും 5ലും കോമൺ ആയിട്ടൊരു ഡിവൈഡ് ചെയ്യാൻ നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഇതിനെയാണ് മാത്സിൽ കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയും. നമുക്ക് ആവശ്യമില്ല, പക്ഷെ നമ്പർ സിസ്റ്റം ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ ഒരു ടേം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ആ 2 നമ്പേഴ്സ് തമ്മിൽ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 3ഉം 5ഉം വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ 7ഉം 5നും വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇപ്പോൾ 8ഉം 6ഉം എടുക്കാതിരിക്കാം, അതിനെ നമുക്ക് 2ലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കോപ്രൈം അല്ല. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അപ്പം 3നും 5നും വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ LCM എന്തായിരിക്കും?
LCM എന്തായിരിക്കും മക്കളെ? LCM ഈക്വൽ 3 × 5 15 ആയിരിക്കും. അപ്പോൾ അത് 15ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനെ 15ലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു × 5 ചെയ്താൽ മതി. അല്ലടാ, ഇവിടെ ഒരു × 5 ചെയ്താൽ മതി. വെറുതെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഒരു സൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലും ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? × 5. അപ്പോൾ 2 × 5 എന്തായിട്ട് വരും? 10 ആയിട്ട് വരും. അപ്പുറത്ത് എന്തായിട്ട് വരും? 3 × 5 15 ആയിട്ട് വരും. ഇനി B/Cൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 5 ആണ്. 5നെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? × 3 ചെയ്താലേ 15ലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ × 3 ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക? അതേപോലെ × 3 ചെയ്യാം. അപ്പോൾ 3 × 5 എന്തായിട്ട് മാറി മക്കളെ? 3 × 5 എന്തായിട്ട് മാറി? 15 ആയിട്ട് മാറി. അതേപോലെ 8 × 3 എന്തായിട്ട് മാറി? 24 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? A/B/C. ആ എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് കിട്ടി. എന്താണ്? A/B/C = 10:15:24 ആണ്. ഓക്കെ. ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത് 5:8 അല്ല, 5:3 ആണ്. അത് നിങ്ങളൊന്ന് മാറ്റം വരുന്നത് ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. ഞാനൊന്ന് മാറ്റിയിട്ട് മെത്തഡൊക്കെ സെയിം തന്നെയാണ്, ചെറിയൊരു മാറ്റം വരുള്ളൂ. ഞാനത് കാണിച്ചു തരാം. ഇവിടെ 5:8 അല്ല, അവിടെ എന്താണ്? 5:3 ആണ്. ആക്ച്വലി നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് തന്നെയാണ്, പക്ഷേ അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് മാറ്റമേ വരുള്ളൂ? ഇവിടെ C എടുത്തോളം ഇവിടെ 8 എടുത്തത്, ആ 8ൻ്റെ സ്ഥലത്ത് എന്തായിട്ട് വരും? അവിടെ 3 ആയിട്ട് വരും. ആ ഒരു ചെറിയൊരു മാറ്റം ഇവിടെ വരുന്നുള്ളൂ, വേറെ ഒരു മാറ്റം വരുന്നില്ല. ഓക്കെ. ഇവിടെ 8 എടുത്തോടത്തൊക്കെ ഒന്ന് 3 ആക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 3 × 3 എന്തായിട്ട് വരും? 9 ആയിട്ട് വരും അല്ലേ? ആദ്യം 8 × 3 ആയിരുന്നു, ഇപ്പം എന്തായിട്ട് വരും? 3 × 3 9 ആയിട്ട് വരും. അത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10:15:9 എന്ന് കിട്ടും. ഓക്കെ, ഫൈൻ. അപ്പോൾ എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദെൻ ദി ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പർ എന്താണെന്നുള്ളത്. ഈ ആദ്യത്തെ നമ്പർ കിട്ടാൻ ഞാൻ 2 മെത്തേഡ് പറഞ്ഞുതരാം. ഓക്കെ. ഒന്ന് നമുക്ക് എക്സ് ഉപയോഗിച്ചും ചെയ്യാം, എക്സ് ഉപയോഗിക്കാതെ പെട്ടെന്ന് കിട്ടുന്നൊരു മെത്തേഡും ഉണ്ട്. രണ്ടും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ദെൻ ദി ഫസ്റ്റ് നമ്പർ ഈസ് എന്നല്ല ചോദിച്ചേ. അപ്പോൾ നമുക്ക് 10:15:9 ആണെങ്കിൽ എ എന്താണ്? 10x ആണ്. ബി എന്താണ്? എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആ റേഷ്യോ അതാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ് ആഡ് ചെയ്ത് പറയല്ലോ. എ എന്താണ്? 10x ആണ്. ബി എന്താണ്? 15x ആണ്. സി എന്താണ്? 9x ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആള് എന്താണെന്നല്ല ചോദിച്ചിരിക്കുന്നത്, സം ഓഫ് 3 നമ്പേഴ്സ് 136 ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? 10x എൻ്റെ സ്ഥലത്ത് ആരാണ്? 10x ആണ്. ബീൻ്റെ സ്ഥലത്ത് ആരാണ്? 15x ആണ്. മറ്റേതാരാണ്? 9x ആണ്. = 136 ആണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 10ഉം 15 എത്രയാണ്? 24 ആണ്. അല്ല സോറി, 25 ആണ്. 25 9 എത്രയാണ്? 34 ആണ്. അല്ലടാ, 34x = 136 ആണ്. അങ്ങനെയാണെങ്കിൽ x = 136/34 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 അല്ല കിട്ടുക? അതെ, 4 കിട്ടുക. 4 കിട്ടും. 4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആദ്യത്തെ നമ്പർ ഏതാണ്? എ ആണ്. അതെന്താണ്? 10x ആണ്. 10x പറഞ്ഞാൽ 10 × x, അതായത് 10 × 4 ആണ്. എന്താ ഉത്തരം? 40 ആണ്. അല്ലേടാ, ഇതാണ് ഉത്തരം. ഞാൻ അത് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കിട്ടുന്നൊരു മെത്തേഡ് പറഞ്ഞുതരാം. പെട്ടെന്ന്, അത്ര പെട്ടെന്നല്ല, ഇവിടെ വരെയൊക്കെ ചെയ്യണം, പക്ഷേ എക്സ് ഒഴിവാക്കാൻ പറ്റും നമുക്ക്. അതും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഞാനിത് ഈ മെത്തേഡ് കൂടി പറയാൻ കാരണം എപ്പോഴും ഇത് ഈസി ആയിക്കോളുന്നില്ല, പക്ഷേ നമ്മൾ ഈ കറക്റ്റായിട്ടുള്ള മെത്തേഡ് എപ്പോഴും അറിഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഓക്കെ, ഫൈൻ. നമുക്ക് ആ മെത്തേഡ് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ പറയുന്നത് എന്താ മനസ്സിലായി? എന്ത്? A/B/C, A/B/C എത്രയാണ് മക്കളെ? 10:15:9 ആണ്. ഇനി നമുക്ക് വേണ്ടത് ആദ്യത്തെ ആളാണ്. ഈ ട്രിക്ക് ശരിക്കും മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാൻ പോകാം ഞാൻ. അപ്പോൾ ആ ട്രിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളത് മനസ്സിലാക്കിയാൽ മതി. എ ആണല്ലോ വേണ്ടത് അല്ലേ? അപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആരാളുള്ളത്? 10 ആണ്. അപ്പോൾ A = എന്താണ്? 10 എന്ന് എഴുതാം. ഓക്കെ. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ടോട്ടൽ എത്രയാണ്? 10ഉം 15ഉം എത്രയാണ് മക്കളെ? 25. 25 എത്രയാണ്? 34. അപ്പോൾ 10/34. കഴിഞ്ഞോ? ഇല്ല. ഇൻറ്റു ടോട്ടൽ. ഇവിടെ സം ഓഫ് 3 നമ്പേഴ്സ് എത്രയാണ്? 136 ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് സം എത്രയാണെന്നുള്ളത്. അപ്പോൾ എന്താ നോക്കണ്ടേ? 136. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരാ ഉള്ളത്? 10 ആണ്. ഞാൻ അതിൻ്റെ ടോട്ടൽ 10ഉം 15ഉം 19 ടോട്ടൽ എത്രയാണ്? 34 ആണ്. ഇൻറ്റു സം. ആ സം എത്രയെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്താൽ ഉത്തരമായി. ഇനി നോക്കണം. 34 1 ടൈംസ് 136 എത്ര ടൈംസ് ഉണ്ടാവും? 4 ടൈംസ്. 10 × 4 40.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ആൻസറും പറഞ്ഞുതരാം. അങ്ങനെയാണെങ്കിൽ ബീൻ്റെ വാല്യൂ എന്തായിരിക്കും, സീൻ്റെ വാല്യൂ എന്തായിരിക്കും? ബീൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 60 ആയിട്ട് വരിക. ഒന്ന് ചെയ്ത് നോക്കുക എങ്ങനെ 60 കിട്ടുക എന്നുള്ളത്. അതേപോലെ സീൻ്റെ വാല്യൂ 36 ആണ് വരിക. ഓക്കെ, അതാണ് ഇതിൻ്റെ ഉത്തരം. ഒന്ന് ചെയ്ത് നോക്കുക, സിമ്പിളാണ്. ഇപ്പോൾ ചെയ്ത് അതേപോലെ തന്നെ 15 എന്താണ് 34 ആണല്ലോ വരിക. 15 ബീൻ്റെ വാല്യൂ പറഞ്ഞാൽ 15/34 × 136. സീൻ്റെ വാല്യൂ ആണെങ്കിൽ 9 ആയിരിക്കും വരിക. 9/34 × 136. അത് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യനും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ദി സ്പീഡ് ഓഫ് 3 ബൈക്സ് ആർ ഇൻ ദി റേഷ്യോ 1:3. അതായത് 3 ബൈക്ക് ഉണ്ട്. ആ 3 ബൈക്കിൻ്റെ സ്പീഡിൻ്റെ റേഷ്യോ എന്താ മക്കളെ? 1:2:3 ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു കേട്ടോ. ആ ട്രിക്കിൽ ചെയ്യുന്നതാണ് ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഏറ്റവും എളുപ്പം. നോക്കി പറയാൻ പറ്റും ഉത്തരം. നോക്കി പറയാൻ പറ്റില്ല, എന്നാലും പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് സ്പീഡും റേഷ്യോ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ടൈമിൻ്റെ റേഷ്യോ എന്താണെന്നുള്ളത്. സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, എന്നിട്ട് ചോദിക്കുകയാണ് ടൈമിൻ്റെ റേഷ്യോ ഓഫ് ബിറ്റ്വീൻ ടൈം ടേക്കൺ ബൈ ദീസ് ബൈക്സ് ടു ട്രാവൽ ദി സെയിം ഡിസ്റ്റൻസ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം. ഒന്നെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ട് ടൈമിൻ്റെ റേഷ്യോ ചോദിക്കണം, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറ്റും കേട്ടോ. അപ്പോൾ ഈ ട്രിക്ക് വർക്കാവും. അതായത് ടൈമിൻ്റെ റേഷ്യോ തന്നിട്ട് സ്പീഡിൻ്റെ റേഷ്യോ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രിക്ക് വർക്കൗട്ട് ആവും. അപ്പോൾ ഒന്നുകിൽ സ്പീഡിൻ്റെ റേഷ്യോ തന്നിട്ട് ടൈമിൻ്റെ റേഷ്യോ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ തന്നിട്ട് സ്പീഡിൻ്റെ റേഷ്യോ ചോദിക്കുകയാണ്. എപ്പം സെയിം ഡിസ്റ്റൻസ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായിരിക്കും അതിൻ്റെ ഉത്തരം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ സ്പീഡിൻ്റെ റേഷ്യോ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കേട്ട് പേടിക്കൊന്നും വേണ്ട, തല തിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ കാണിച്ചത് എങ്ങനെ തിരിക്കുക എന്നുള്ളത്. സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മക്കളെ? 1:2:3 ആണ് അല്ലേ? ടൈമിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഒന്നും വേണ്ടതിന് തലതിരിക്കുക. തലതിരിക്കുക പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1 ആണ്. 1/1 തലതിരിച്ചാൽ വീണ്ടും 1 തന്നെ വരുള്ളൂ അല്ലേ? 1/1 തലതിരിച്ചാൽ 1 തന്നെ വരുള്ളൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇങ്ങനെ എഴുതി തരാം. ഈ 1:2:3 എന്ന് പറഞ്ഞതേ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? 1 എന്ന് പറഞ്ഞാൽ 1/1, 2 എന്ന് പറഞ്ഞാൽ 2/1, 3 എന്ന് പറഞ്ഞാൽ 3/1. ഇതിനെ തലതിരിച്ചാൽ എന്തായിട്ട് മാറും? ടൈമിൻ്റെ റേഷ്യോ എന്തായിട്ട് മാറും? 1/1 തലതിരിച്ചാൽ എന്തായിട്ട് വരും? 1/1 ആയിട്ട് വരും. 2/1 തിരിച്ച് കഴിയുകയാണെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. മറ്റേ എന്തായിട്ട് വരും? 1/3 ആയിട്ട് വരും. ഇതാണ് ഉത്തരം. എടാ നോക്കടാ, ടൈമിൻ്റെ റേഷ്യോ കിട്ടി, പക്ഷെ ഒരു വൃത്തി ഉണ്ടോ? 1:1:1/3 ഒരു വൃത്തിയില്ല. അപ്പോൾ അതിന് വൃത്തിയാക്കാൻ എന്ത് ചെയ്യണം? താഴത്തോട്ട് നോക്കുക. 1ഉം 2ഉം 3ഉം ആണ് താഴെയുള്ളത്, ഡിനോമിനേറ്ററിലുള്ളത്. അപ്പോൾ അതിൻ്റെ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. LCM എത്രയാണ്? 1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും LCM. 1 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 LCM കണ്ടുപിടിക്കുന്ന സമയത്ത് 1 മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അതിനൊരു മാറ്റം വരുത്തില്ല. ഇപ്പോൾ 2ൻ്റെയും 3ൻ്റെയും നോക്കിയാൽ 2ൻ്റെയും 3ൻ്റെയും LCM എത്രയാണ്? 2 × 3 6 ആണ്. കാര്യം 2ഉം 3ഉം കോപ്രൈം നമ്പേഴ്സാണ് നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും LCM എത്രയാണ്? പിന്നെ ഈ LCM HCF എന്നുള്ളൊരു ചാപ്റ്ററിനെ നമുക്ക് വരുന്നുണ്ട്. അതിൽ നമ്മൾ LCM HCFും ഒരു പ്രോ ലെവലിൽ നമ്മൾ പഠിക്കും. ഓക്കെ, അതായത് ഫ്രാക്ഷൻസിൻ്റെ LCM ആഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കും. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2ൻ്റെയും 3ൻ്റെയും LCM എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ 6 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാറുന്ന സമയത്ത് എന്ത് വരും? 1/1 × 6. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റേഷ്യോ നമ്മളിപ്പോൾ ഏത് നമ്പർ കൊണ്ട്, ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ അതിലൊന്നും ഒരു മാറ്റം വരുന്നില്ല. ഞാനത് പഠിപ്പിച്ച സമയത്ത് വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് ആവശ്യമില്ല, പക്ഷേ ക്വസ്റ്റ്യൻസിലൊക്കെ എന്ത് വരും? ആവശ്യമായിട്ട് വരും. അതൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ 6 കൊടുത്തു, എന്ത് ചെയ്യുന്നു? 1/2 × 6. ഇവിടെ എന്താ? 1/3 × 6. ഇപ്പോൾ നോക്കണം, ഈ 1/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. ആ 1 × 6 എന്ന് പറഞ്ഞാൽ 6 അല്ലടാ. പിന്നെ ഇത് 1/2 × 6 ആണ്. 2ൽ 2 1 ടൈംസ് നോക്കണം. 1/2 ഇവിടെ ഇരുന്നുണ്ട്. 1/2 × 6. 2ൽ 2 1 ടൈംസ്, 6ൽ 2 3 ടൈംസ്. ഈ ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിലുള്ള ആളും താഴെയുള്ള ആളും ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത 2 ആൾക്കാരും മുകളിലുണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പോകരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2ൽ 2 1 ടൈംസ്, 6ൽ 2 3 ടൈംസ്. അപ്പം എന്ത് വരും? 3 തന്നെ വരും. ഇനി മറ്റൊരുത്ത് നോക്കുകയാണെങ്കിലോ 1/3 × 6 ആണ്. 1/3 × 6 എന്ന് പറയുമ്പോൾ 3ൽ 3 1 ടൈംസ്, 6ൽ 3 2 ടൈംസ്. ഇപ്പോൾ 2 എന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്കണം, എന്ത് വൃത്തിയുണ്ട്? 6:3:2. ഒരു വൃത്തിയുള്ളൊരു ഉത്തരം കിട്ടി. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. 6:3:2. ഓക്കെ, ഇനി അടുത്ത്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ദി പ്രസൻറ്റ് റേഷ്യോ ഓഫ് ഏജസ് ഓഫ് P and Q is 3:5. 10 years ago, the ratio was 1:2. Find the sum
ടോട്ടൽ എന്താണ് എന്താ പറയുന്നത്, ഫൈൻഡ് ദി സം ടോട്ടൽ ഓഫ് ദെയർ പെർസെൻറ്റേജസ്. ഓക്കെ ഫൈൻ. അതായത് രണ്ടാൾക്കാരുണ്ട് പി ആൻഡ് ക്യൂ, അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്താണ് 3:5. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, അവരുടെ ഏജ് എന്താണ് 3x രണ്ടാമത്തെ ആളുടെ 5x ആണ്. ഓക്കെ പ്രശ്നമില്ല. ഒരു മിനിറ്റ്, ഞങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നൊരു സംശയം. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രസൻറ്റ് റേഷ്യോ ഓഫ് ഏജസ് ഓഫ് പി ആൻഡ് ക്യൂ ഈസ് 3:5. 10 years ago, അതായത് 10 വർഷം മുൻപ്. അതായത് 10 വർഷം മുൻപ് വയസ്സ് എത്രയും, എനിക്കിപ്പോൾ വയസ്സ് 20 ആണെങ്കിൽ 10 വർഷം മുൻപ് 20 - 10. അതേപോലെ എനിക്കിപ്പം വയസ്സ് 3x ആണെങ്കിൽ 10 വർഷം മുൻപ് എൻ്റെ വയസ്സ് എത്രയാണ്, 3x - 10. അല്ലടാ, ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. 10 years ago എൻ്റെ വയസ്സ് എത്രയാണ്, എൻ്റെ വയസ്സല്ല കേട്ടോ, സോറി, പിൻ്റെ വയസ്സാണ്. 3x - 10 ആണ്. അതേപോലെ ക്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിലോ അവിടെ 5x - 10 ആണ്. അപ്പോൾ അവരുടെ പറഞ്ഞിരിക്കുന്നത് 10 years ago ദി റേഷ്യോ വാസ് 1:2. ഏത് ഈ റേഷ്യോ, ഇതിൻ്റെ തമ്മിൽ ഈ നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്താണെന്ന് അതായത് ഈ രണ്ടാൾക്കാരുടെയും റേഷ്യോ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 1:2 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 3x - 10 ഡിവൈഡഡ് ബൈ 5x - 10 എന്താണ്, 1:2, 1/2. ഒന്നുമില്ല, ഞാൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ 3x - 10 ഡിവൈഡ് ബൈ 5x - 10, ഈ 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 ആണ്. ഓക്കെ, അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി സം ഓഫ് ദർ ടോട്ടൽ പെർസെൻറ്റേജസ്. ഇപ്പോൾ ഉള്ള വയസ്സിൻ്റെ ടോട്ടൽ എത്ര എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്തിനാ എക്സിൻ്റെ വാല്യൂ, കാര്യം ടോട്ടൽ ഏജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വയസ്സെന്ന് പറഞ്ഞാൽ എത്രയാണ്, 3x - 5x ആണ്. ആ ഇപ്പോൾ ഉള്ള വയസ്സ് 3x - 5x ആണെങ്കിൽ അവരുടെ ടോട്ടൽ ഏജ് എത്രയാണ്, 3x + 5x ആണ്, 8x ആണ്. അല്ലേടാ 8x ആണ്. ഈ 8xൽ എക്സ് കിട്ടിയാലല്ലേ ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ അവിടെ വെക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും ചെയ്യുന്ന പോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3x - 10 × 2 ചെയ്യുന്നത്, ഇവിടെ ആണെങ്കിലോ 1 × 5x - 10 ചെയ്യുന്നത്. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ബ്രാക്കറ്റ് ചെറിയൊരു സാധനമാണ്, പക്ഷേ അത് ഇട്ടിയില്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ വരും, ഉത്തരം തന്നെ തെറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഡിവൈഡ് ബൈ 2 ഒന്നുമില്ല, ഇത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്തു, ഇത് ഇങ്ങോട്ടേക്കും മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രേ ഉള്ളൂ കേട്ടോ മക്കളെ. ഇനി എന്ത് ചെയ്യുക, ഇത് ഇങ്ങോട്ടേക്കും കൊടുത്തോളൂ. അപ്പോൾ എന്തൊരു 3x × 2 6x ആയിട്ട് വരും, -10 × 2 20 ആയിട്ട് വരും. അടുത്ത് 1 × എന്ത് ചെയ്താലും അതന്നെ കിട്ടുള്ളൂ. 1 × 0 ചെയ്താൽ 0 ആണ് കിട്ടുക. ബാക്കി ഏത് നമ്പർ, 1 × 2 ചെയ്താലും 1 × 3 ചെയ്താലും ഒക്കെ ആ നമ്പറിനല്ലേ കിട്ടുക. അപ്പോൾ അതേപോലെ 1 × 5x - 10 ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടും. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടണം. ആ എക്സിൻ്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ ഈ 5x പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ 6x - 5x ആയിട്ട് വരും. അപ്പോൾ 6x ഇതൊക്കെ മൈൻഡിൽ ചെയ്യാൻ പറ്റണം കേട്ടോ. അപ്പോൾ -20 ഉള്ള അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ വരും, +20 വരും. അപ്പോൾ 20 - 10 വരും. അപ്പോൾ 6x - 5x എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് കിട്ടി. എക്സ് ആണ് അല്ലടാ, എക്സ് ആണ്. എക്സ് = 20 - 10 = 10. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ദെയർ ടോട്ടൽ ഏജസ് ആണ്. അതായത് സം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3x ഉം 5x ആഡ് ചെയ്യാനാണ് പറയുന്നത്. അതായത് 8x ആണ്. 8x എന്ന് പറയുമ്പോൾ 8 × 10 ആണ്, അതായത് 80 ആണ്. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് 5 ഇൻ ബോത്ത് ദി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എ ഫ്രാക്ഷൻ ചേഞ്ചസ് ടു 6/7. ഫൈൻഡ് ദി ഒറിജിനൽ ഫ്രാക്ഷൻ. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട്. അല്ലാതെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പോസിബിലിറ്റീസ് ഒക്കെ വരും. പക്ഷേ ഓപ്ഷൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് 5, ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുക. ഒരു 5 വെച്ച് കൂടുമ്പോൾ എന്നാണ് പറയുന്നത്. ഇൻ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, അതായത് ഒരു ഫ്രാക്ഷൻ ഉണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോൾ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ എന്താണെന്ന് എനിക്കറിയാം ഇല്ല, ഞാൻ തൽക്കാലം എന്ത് കൊടുത്തു, ഒരു x/y എന്ന് കൊടുത്തു. ഓക്കെ, അതിൽ ന്യൂമറേറ്ററിലും 5 വെച്ച് കൂടുകയാണ്, ഡിനോമിനേറ്ററിലും 5 വെച്ച് കൂടുകയാണ്. ന്യൂമറേറ്ററിൽ 5 വെച്ച് കൂടിയാൽ എത്രയും മാറും, x + 5 ആവും. ഡിനോമിനേറ്ററിൽ 5 വെച്ച് കൂടിയാലോ y + 5 ആയിട്ട് മാറും. അങ്ങനെ മാറുന്ന സമയത്ത് എ ഫ്രാക്ഷൻ ചേഞ്ചസ് ടു 6/7 എന്നാണ് പറഞ്ഞത്. എന്തായിട്ട് മാറുന്നുണ്ട്, 6/7 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്താണെന്നുള്ളത്, ഒറിജിനൽ ഫ്രാക്ഷൻ എന്തായിരുന്നു എന്നുള്ളത്, അതായത് ഇൻക്രിമെൻറ്റിൻ്റെ മുൻപ് എന്തായിരുന്നു, x/y ആയിരുന്നു. അപ്പോൾ ഇത് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഓപ്ഷൻസ് ഉപയോഗിക്കാം. ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ളത് നോക്കാം. അല്ലാതെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പോസിബിലിറ്റീസ് വരും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചാൽ, ഇപ്പോൾ 5/12 കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ആട്ടോ ഞാൻ നോക്കുന്നത്.
ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് മുകളിൽ ഞാൻ 5 വെച്ച് ആഡ് ചെയ്ത് +5, ഇവിടെ താഴെയും 5 വെച്ച് ആഡ് ചെയ്ത് അപ്പോൾ +5. അപ്പോൾ എന്താ കിട്ടുന്നത്? 10/17. 10/17 എന്നാണോ നമുക്ക് വേണ്ടത്? നമുക്ക് വേണ്ടതാണ് 6/7 ആണ്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത ഓപ്ഷൻ ബി ഓപ്ഷൻ നോക്കുന്ന സമയത്ത് 7/9 ആണ്. അതിൽ ഈ സംഭവം സംഭവിക്കുന്നുണ്ടോ നോക്കാം. അപ്പോൾ അതിൽ മുകളിൽ 5 വെച്ച് കൂട്ടി, താഴെയും 5 വെച്ച് കൂട്ടി. അപ്പോൾ 7 + 5 ആയി. ഈ മുകളിൽ എന്തായി വരും? 7 + 5 12 ആയിട്ട് വരും. താഴെ ആണെങ്കിൽ 9 + 5 14 ആയിട്ട് മാറും. ഇനി 12ലും 14ലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? 2 ആണ്. ഞാൻ 2 വെച്ച് ക്യാൻസൽ ചെയ്ത്, അപ്പോൾ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ ബാക്കി ആരാണ്ടാവുക? 6 ആണ് ഉണ്ടാവുക. അപ്പോൾ 14ൽ വെച്ച് ക്യാൻസൽ ചെയ്താൽ എന്താ ഉണ്ടാവുക? 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ 7 ആണ് ഉണ്ടാവുക. അപ്പോൾ 6/7. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? അപ്പോൾ 6/7 കിട്ടിയോ? കിട്ടി. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആക്ച്വലി നല്ലൊരു ടോപ്പിക്കാണ്. പല ചാപ്റ്ററായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണക്ഷനുള്ള. ഇപ്പോൾ ടൈം ആൻഡ് വർക്ക് ആയിക്കാണെങ്കിലും അങ്ങനെ പല ചാപ്റ്ററായിട്ട് കണക്ഷനുള്ളൊരു ടോപ്പിക്കാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെയല്ല, അത് നോക്കി ചെയ്യുന്ന പോലെയല്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്ത പല ക്വസ്റ്റ്യൻസും നല്ല ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ സിലബസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.